കോതമംഗലത്ത് എന്റെ നാട് കാർഷികോത്സവത്തിന്റെ ഭാഗമായി ഹൈടെക് കൃഷി സങ്കേതങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള കാർഷികോത്സവത്തിന്റെ 3-ാം ദിവസം ഹൈടെക് കൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത്. റബ്ബർ ബോർഡിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ KN രാഘവൻ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി അധ്യക്ഷത വഹിച്ചു. ഷിബു തെക്കുംപുറം, പ്രൊഫസർ KM കുര്യാക്കോസ്, PM സിദ്ദിഖ്, PA പാതുഷ, ജോഷി പൊട്ടക്കൽ എന്നിവർ പ്രസംഗിച്ചു. കേരള സർവകലാശാലയിലെ ഹൈടെക് ഫാമിംഗ് വിഭാഗം മേധാവി ഡോക്ടർ P സുശീല, ശിവദാസ് B മേനോൻ എന്നിവരും ക്ലാസ് എടുത്തു. കർഷകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്ലാന്റ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് അധികം ഇന്റീരിയർ കൾട്ടിവേഷൻ ആയിരിക്കും. അതുമായി തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും നോളജബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും കർഷകനായിരിക്കുക എന്നാണ്. അതുമായി തന്നെ ഏറ്റവും കൂടുതൽ പൈസ കർഷകന്റെ കയ്യിലായിരിക്കും എന്നാണ് പറയുന്നത്, പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ടെക്നോളജി കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള അധ്വാനങ്ങൾ കുറയ്ക്കാനും അതേസമയം തന്നെ നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനും കഴിയും. പക്ഷെ നമ്മളെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ പുതുതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു മടിയാണ്, അല്ലേ? എനിക്കിപ്പോൾ 60 വയസ്സായി അല്ലെങ്കിൽ 70 വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ റിലക്റ്റൻ്റ് ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. ഏത് കാലത്ത് വേണമെങ്കിലും നമുക്ക് പുതുത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറയുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ഇതാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഓർമ്മശക്തി പോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുമായി തന്നെ കുറെ കൂടി അങ്ങായിട്ടിരിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാർഷികോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മറ്റൊരു ചടങ്ങിൽ പാലിയേറ്റീവ് നഴ്സുമാരെ ആദരിച്ചു. ഏലിയസ് മാർ അത്തനാസിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. MM അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ലിയ ജോസ്, ചിഞ്ചു P എബ്രഹാം, പ്രിയങ്ക ടോമി, ജോണി പുളിന്തടം, PN സുരേഷ്, ജോഷി പൊട്ടക്കൽ, എൽദോസ് ചേലാട്ട് എന്നിവർ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.